എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ആത്മാവ് ആന്തരികമായി പീഡിപ്പിക്കപ്പെട്ടും ശാരീരിക ശക്തി ക്ഷയിച്ചും മനസ്സ് അന്ധകാരവൃതമായും ഇരിക്കുമ്പോൾ ഒരാൾക്ക് തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് എത്ര ദുഷ്കരവും ഭാരപ്പെടുത്തുന്നതുമാണെന്ന് ഈശോ മാത്രം അറിയുന്നു. ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, ഓ ക്രിസ്തുവേ, ആനന്ദവും ബഹുമാനവും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. സഹനം എൻ്റേതായിരിക്കട്ടെ. മുള്ളുകൾ എൻ്റെ കാലുകളെ മുറിപ്പെടുത്തിയാലും നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് ഒരടി പോലും ഞാൻ പിന്നോട്ട് പോവുകയില്ല. ചികിത്സയ്ക്കായി പോട്സ്കിലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എന്നെ അയച്ചു. അവിടെ ചാപ്പൽ പൂക്കളാൽ അലങ്കരിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു. അത് ബയാലയിലായിരുന്നു. സിസ്റ്റർ തെക്ലായിക്ക് ഇത് ചെയ്യാൻ എപ്പോഴും സമയം ലഭിച്ചിരുന്നില്ല. അതിനാൽ ഞാൻ തന്നെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു. ഒരു ദിവസം ഒരു പ്രത്യേക വ്യക്തിയുടെ മുറി അലങ്കരിക്കാൻ ഞാൻ ഏറ്റവും ഭംഗിയുള്ള റോസാപുഷ്പങ്ങൾ പറിച്ചെടുത്തു. ഭവനത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ ഈശോ അവിടെ നിൽക്കുന്നത് കണ്ടു. വളരെ സ്നേഹത്തോടെ അവിടുന്ന് എന്നോട് ചോദിച്ചു, മകളെ, ആർക്കു വേണ്ടിയാണ് ഈ പുഷ്പങ്ങൾ നീ കരുതിയിരിക്കുന്നത്? നിശബ്ദതയായിരുന്നു കർത്താവിനുള്ള എൻ്റെ മറുപടി. എന്തെന്നാൽ ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേക അടുപ്പമുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല. ഈശോ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ആ നിമിഷം തന്നെ ഞാൻ ആ പൂക്കൾ നിലത്തെറിഞ്ഞിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് എന്നെ തന്നെ മനസ്സിലാക്കി തന്നതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ഓ ദിവ്യസൂര്യനെ, അങ്ങേക്ക് പ്രീതികരമല്ലാത്ത ഏറ്റവും ചെറിയ പൊടി പോലും അങ്ങയുടെ പ്രകാശരശ്മിയിൽ ആത്മാക്കൾ കാണുന്നല്ലോ. ഓ ഈശോയെ, നിത്യസത്യമേ, ഞങ്ങളുടെ ജീവനെ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. പാപികൾക്ക് വേണ്ടി അവിടുത്തെ കരുണ യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയമേ, അനന്ത കാരുണ്യവും അനുകമ്പയുമുള്ള ഹൃദയമേ, പാപികൾക്കായി ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധമായ തിരുഹൃദയമേ, സർവ്വലോകത്തിൻ്റെ മേലും അഗ്രാഹ്യമായ കൃപയുടെ കിരണങ്ങൾ പ്രവഹിപ്പിക്കുന്ന കരുണയുടെ ഉറവിടമേ, പാപികളുടെ മേൽ അങ്ങയുടെ വെളിച്ചം വീശണമേ. ഓ ഈശോയെ, അങ്ങയുടെ ദാരുണമായ പീഡാസഹനത്തെ ഓർത്ത് അവിടുത്തെ തിരുരക്തത്താൽ വീണ്ടെടുത്ത ആത്മാക്കൾ നശിക്കാൻ അനുവദിക്കരുതേ. ഓ ഈശോയെ, അങ്ങയുടെ രക്തത്തിൻ്റെ അമൂല്യതയെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എന്തെന്നാൽ എല്ലാ പാപികളുടെയും രക്ഷയ്ക്ക് അങ്ങയുടെ ഒരു തുള്ളി രക്തം മാത്രം മതിയായിരുന്നു. പാപം ക്രൂരതയുടെയും നന്ദിഹീനതയുടെയും ഒരു പാതാളം തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കൊടുക്കപ്പെട്ട വില അതുല്യമാണല്ലോ. അതിനാൽ എല്ലാ ആത്മാക്കളും കർത്താവിൻ്റെ പീഡാസഹനത്തിൽ ശരണപ്പെടുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യട്ടെ. ദൈവം ആർക്കും തൻ്റെ കരുണ നിഷേധിക്കുകയില്ല. ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും നിലയ്ക്കുകയില്ല. ഓ അങ്ങയുടെ അഗ്രാഹ്യമായ നന്മയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നിസ്സീമമായ ആനന്ദത്താൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു. ഓ ഈശോയെ, എല്ലാ പാപികളെയും അവിടുത്തെ തൃപ്പാദത്തിങ്കൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അവർ അങ്ങയുടെ കരുണയെ നിത്യവും പുകഴ്ത്തട്ടെ. ഓ എൻ്റെ ഈശോയെ, അന്ധകാരമെന്ന് ചൂഴ്ന്നു നിൽക്കുന്നുവെങ്കിലും കാർമുകിലുകൾ ചക്രവാളത്തെ മറിക്കുന്നുണ്ടെങ്കിലും സൂര്യൻ ഒരിക്കലും അണഞ്ഞു പോകുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. ഓ നാഥ, എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അങ്ങയുടെ വഴികൾ എനിക്ക് അജ്ഞാതമാണെങ്കിലും ഞാൻ അങ്ങയുടെ കരുണയിൽ ശരണപ്പെടുന്നു. കർത്താവേ, ഞാൻ ഇപ്രകാരമുള്ള അന്ധകാരത്തിൽ വസിക്കണമെന്നതാണ് അവിടുത്തെ തിരുമനസ്സെങ്കിൽ അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ. അങ്ങ് ആരാധ്യനാണ്. ഈശോയെ, ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു, അങ്ങേ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും പീഡകളും അങ്ങ് മാത്രം അറിയുന്നു. അല്പമാണെങ്കിൽ പോലും അങ്ങേക്ക് വേണ്ടി സഹിക്കുന്നത് എനിക്ക് ആനന്ദപ്രദമാണ്. എൻ്റെ ശക്തിക്കതീതമായി എനിക്ക് സഹനങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഞാൻ ദിവ്യകാരുണ്യനാഥനിൽ അഭയം പ്രാപിച്ച് തികഞ്ഞ നിശബ്ദതയിൽ അവിടുത്തോട് സംസാരിക്കും. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനിയുടെ കുറ്റസമ്മതം. ഒരു ദിവസം കരുണയുടെ തിരുനാൾ സ്ഥാപിതമാകാനും കരുണയുടെ ഈശോയുടെ ഛായാചിത്രം വരയ്ക്കാനും വേണ്ട നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതയായി. എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ശക്തി എന്നിൽ ആവസിച്ചു.
എങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് ഞാൻ ഭയന്നു. എന്നാൽ ഈ സംശയങ്ങളെല്ലാം പുറമേ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. എന്തെന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഈ ശക്തിയെല്ലാം എൻ്റെ കർത്താവിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ഞാൻ കുമ്പസാരത്തിനായി സമീപിച്ചിരുന്ന വൈദികൻ ഇത്തരത്തിലുള്ള ചിന്തകൾ മായാദർശനങ്ങളാകാമെന്ന് പറഞ്ഞു. എൻ്റെ കുമ്പസാരം ശ്രവിക്കാൻ അദ്ദേഹത്തിന് ഭയമാണെന്ന് പോലും എനിക്ക് തോന്നി. അതെനിക്ക് വലിയ സഹനമായിരുന്നു. മനുഷ്യരിൽ നിന്ന് കാര്യമായ സഹായമൊന്നും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാ അധ്യാപകരെയും കാളും വലിയവനായ ഈശോയിലേക്ക് ഞാൻ കൂടുതൽ അടുത്തു. ഒരിക്കൽ ഞാൻ കേൾക്കുന്ന ശബ്ദം കർത്താവിൻ്റെയാണോ അല്ലയോ എന്ന സംശയം എന്നിൽ ഉദിച്ചപ്പോൾ ഞാൻ വാക്കുകളില്ലാതെ ഈശോയോട് ഉള്ളിൽ സംസാരിച്ചു. പെട്ടെന്നൊരു ശക്തിയാൽ നിറഞ്ഞ് ഞാൻ പറഞ്ഞു, എന്നോട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സത്യമായും എൻ്റെ ദൈവമാണെങ്കിൽ, ഓ കർത്താവേ, ഈ വിദ്യാർത്ഥിനി ഇന്ന് തന്നെ കുമ്പസാരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. അത് ഞാൻ സ്ഥിരീകരണത്തിൻ്റെ അടയാളമായി കരുതും. ആ നിമിഷം തന്നെ കുമ്പസാരിക്കാനായി പോകാൻ ആ കുട്ടി ആവശ്യപ്പെട്ടു. ക്ലാസിൻ്റെ ചുമതല വഹിച്ചിരുന്ന മദർ പെട്ടെന്ന് ആ കുട്ടിയിലുണ്ടായ വ്യത്യാസം കണ്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ അവർ ഉടനെ തന്നെ ഒരു വൈദികനെ വിളിച്ചുകൊണ്ടുവരികയും വളരെ അനുതാപത്തോടെ ആ കുട്ടി കുമ്പസാരിക്കുകയും ചെയ്തു. ആ സമയം തന്നെ എൻ്റെ ഉള്ളിൽ ഒരു സ്വരം ഞാൻ കേട്ടു, ഇപ്പോൾ നീ എന്നെ വിശ്വസിക്കുന്നുവോ? ഒരിക്കൽ കൂടി ഒരു പ്രത്യേക ശക്തി എൻ്റെ ആത്മാവിൽ വ്യാപരിച്ചു. അതെന്നെ ശക്തിപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും സംശയിച്ചതിൽ ഞാൻ വിസ്മയം പൂണ്ടു. എന്നാൽ ഈ സംശയങ്ങൾ എപ്പോഴും പുറമേ നിന്നാണ് വന്നിരുന്നത്. അതിനാൽ ഞാൻ കൂടുതലായി എന്നിലേക്ക് ഉൾവലിഞ്ഞു. കുമ്പസാര സമയത്ത് വൈദികന് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ ഉള്ളു തുറന്ന് സംസാരിച്ചിരുന്നില്ല. പാപം മാത്രം ഏറ്റു പറഞ്ഞിരുന്നു. തന്നിൽ തന്നെ സമാധാനമില്ലാത്ത വൈദികന് മറ്റൊരാൾക്ക് സമാധാനം നൽകാൻ സാധിക്കുകയില്ല. ഓ വൈദികരെ, നിങ്ങൾ മനുഷ്യാത്മാക്കളെ പ്രശോഭിക്കുന്ന തിരികളാണ്. നിങ്ങളുടെ ശോഭ ഒരിക്കലും മങ്ങിപ്പോകാതിരിക്കട്ടെ. എൻ്റെ ആത്മാവിന് പൂർണ്ണമായി വെളിപ്പെടുത്താൻ ദൈവം അപ്പോൾ തിരുമനസ്സായില്ല. പിന്നീട് ദൈവം ആ കൃപ എനിക്ക് തന്നു. ഓ എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണമേ. എന്നെ മുഴുവനും അങ്ങ് ഏറ്റെടുത്ത് അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അടക്കം ചെയ്യണമേ. ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ഏക ആശ്രയം. പ്രതിഭകളോടും ജ്ഞാനികളോടും കൂടെയായിരിക്കുമ്പോൾ നികൃഷ്ടയായ എൻ്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണമേ. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ അങ്ങയുടേതും അങ്ങയിൽ നിന്നുമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. അന്ധകാരവും പ്രലോഭനങ്ങളും. എൻ്റെ മനസ്സ് പ്രത്യേകമായ വിധത്തിൽ പ്രകാശമറ്റതായി. ഒരു സത്യവും എനിക്ക് വ്യക്തമല്ലായിരുന്നു. ദൈവത്തെപ്പറ്റി ആളുകൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പാറ പോലെ കഠിനമായി അനുഭവപ്പെട്ടു. അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അതെന്നിൽ ഉളവാക്കിയില്ല. അവിടുത്തോട് അടുക്കാൻ ബലം പിടിച്ച് പരിശ്രമിച്ചു. എന്നാൽ ഞാൻ വളരെ വലിയ പീഡ അനുഭവിച്ചു. കർത്താവിനെ പ്രകോപിപ്പിച്ച് കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നതായി എനിക്ക് തോന്നി. പണ്ട് ധ്യാനിച്ചിരുന്നത് പോലെ ധ്യാനിക്കാൻ എനിക്ക് ഒട്ടും തന്നെ സാധിച്ചിരുന്നില്ല. ഒരു വലിയ ശൂന്യത എൻ്റെ ആത്മാവിൽ അനുഭവപ്പെട്ടു. ഒന്നുകൊണ്ടും ആ ശൂന്യത നികത്താൻ എനിക്ക് സാധിച്ചില്ല. ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹവും അഭിവാജ്ഞയും എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഞാൻ തീർത്തും ബലഹീനയാണെന്ന് മനസ്സിലാക്കി സാവധാനം വരിവരിയായി വായിച്ച് ധ്യാനിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ അതും പരാജയപ്പെട്ടു. ഞാൻ വായിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ദുരിതങ്ങളുടെ ഗർത്തം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. ഏതെങ്കിലും ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ ചാപ്പലിൽ കയറുമ്പോഴെല്ലാം എനിക്ക് കൂടുതൽ പീഡകളും പ്രലോഭനങ്ങളും അനുഭവപ്പെട്ടിരുന്നു. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ദിവ്യബലിയുടെ സമയം മുഴുവൻ എൻ്റെ അധരങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവദൂഷണപരമായ ചിന്തകളാൽ ഞാൻ വിഷമിച്ചു. വിശുദ്ധ കൂദാശകളോട് എനിക്ക് വെറുപ്പായി. ഒരു വിധത്തിലും അതിൽ നിന്ന് എനിക്കൊരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് ഞാൻ കരുതി. ഞാൻ അവ സ്വീകരിച്ചിരുന്നത് എൻ്റെ കുമ്പസാരക്കാരനോടുള്ള അനുസരണം മൂലം മാത്രമായിരുന്നു. ഈ കണ്ണടച്ചുള്ള അനുസരണം മാത്രമായിരുന്നു ഞാൻ സ്വീകരിക്കേണ്ട മാർഗം, എൻ്റെ രക്ഷയുടെ അവസാന ആശ്രയം. ഇതെല്ലാം ദൈവം അയക്കുന്ന പരീക്ഷണങ്ങളാണെന്നും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ അതൃപ്തിപ്പെടുത്തുകയല്ല, മറിച്ച് ഏറ്റവും തൃപ്തിപ്പെടുത്തുകയാണെന്നും ആ വൈദികൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ വളരെയധികം സ്നേഹിക്കുന്നതിൻ്റെയും അവിടത്തേക്ക് നിന്നെ നല്ല വിശ്വാസമുള്ളതിൻ്റെയും അടയാളമാണിത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ അവിടുന്ന് നിനക്ക് അയക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും
എന്നെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ളതായി എനിക്ക് തോന്നിയില്ല. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ വളരെയധികം വിഷമിക്കുമ്പോൾ, ഞാൻ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് ഈ പീഡകൾ എന്നെ വിട്ടുപോകുകയും കുമ്പസാരക്കൂട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ വീണ്ടും അവ കൂടുതൽ ഭീകരതയോടെ എന്നെ ഗ്രസിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചു. ആ സമയത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുഖം നിലം ചേർത്ത് വെച്ച് ഇപ്രകാരം ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു: അങ്ങെന്നെ കൊന്നാലും ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഈ വൃഥയാൽ മരിച്ചു പോകുമെന്ന് ഞാൻ കരുതി. ദൈവം എന്നെ കൈവിട്ടു എന്ന ചിന്തയാണ് എന്നെ ഏറ്റവും അധികം പീഡിപ്പിച്ചിരുന്നത്. മറ്റ് പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തിന് പുണ്യപ്രാപ്തിക്കായി പരിശ്രമിക്കണം? നന്മപ്രവൃത്തികൾ ചെയ്യണം? എന്തിന് പരിത്യാഗം ചെയ്ത് സ്വയം നശിക്കണം? വ്രതങ്ങൾ എടുത്തതുകൊണ്ട് എന്ത് ഗുണം? പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് ഫലം? ബലിയായതുകൊണ്ടും സ്വയം എളിമപ്പെടുത്തുന്നതുകൊണ്ടും എന്ത് പ്രയോജനം? എന്തിനെല്ലാ സമയത്തും എന്നെ തന്നെ ബലിയാക്കണം? ദൈവം എന്നെ കൈവിട്ടിരിക്കുന്നതിനാൽ എന്ത് പ്രയോജനം? എന്തിന് ഈ പരിശ്രമങ്ങളെല്ലാം? എൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ദൈവം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഒരിക്കൽ ഇപ്രകാരമുള്ള ഭയാനകമായ പീഡകളാൽ ഞെരുങ്ങുമ്പോൾ ചാപ്പലിൽ പോയി ഞാൻ ഹൃദയമുരുകി പ്രാർത്ഥിച്ചു: ഓ ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചെയ്തു കൊള്ളുക. എല്ലാറ്റിനും ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ തിരുമനസ് എന്നിൽ നിറവേറട്ടെ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെ ഞാൻ പുകഴ്ത്തും. ഈ സമർപ്പണം മൂലം ഭയങ്കരമായ പീഡകൾ എന്നെ വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ ഈശോയെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു: ഞാൻ എപ്പോഴും നിന്റെ ഹൃദയത്തിലുണ്ട്. അഗ്രാഹ്യമായ ഒരു ആനന്ദം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്താൽ എൻ്റെ ഹൃദയം ജ്വലിച്ചു. നമ്മുടെ ശക്തിക്ക് അതീതമായി ദൈവം ഒരിക്കലും നമ്മെ പരീക്ഷിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഓ, ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ദൈവം ഒരാത്മാവിന് ഇപ്രകാരമുള്ള വലിയ സഹനങ്ങൾ അയക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള വലിയ കൃപകളും അവിടുന്ന് നൽകുന്നു. നാം അത് മനസ്സിലാക്കുന്നില്ലെന്നേയുള്ളൂ. ആ സമയങ്ങളിൽ ചെയ്യുന്ന ഒരു ശരണത്തിൻ്റെ പ്രവൃത്തി വഴി ദൈവത്തിന് വലിയ മഹത്വം ലഭിക്കുന്നു. സമാശ്വാസത്തോടെ പ്രാർത്ഥനകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനേക്കാളും ഫലദായകമാണിത്. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് ആനയിക്കാൻ സാധിക്കുകയില്ല. ഓ മറിയമേ, എൻ്റെ അമ്മേ, എൻ്റെ നാഥേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ജീവിതത്തെയും എൻ്റെ മരണത്തെയും മരണാനന്തര അവസ്ഥകളെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എല്ലാം നിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. ഓ എൻ്റെ അമ്മേ, അങ്ങേ പരിശുദ്ധമായ മേലങ്കിയാൽ എൻ്റെ ആത്മാവിനെ പൊതിയണമേ. എൻ്റെ ഹൃദയവും ആത്മാവും ശരീരവും വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ശത്രുക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് വിശുദ്ധിയുടെ മുഖംമൂടി ധരിച്ച അസൂയാലുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഓ മനോജ്ഞമായ ലില്ലി പുഷ്പമേ, അങ്ങ് എനിക്ക് ഒരു ദർപ്പണമാണ്. ഓ എൻ്റെ അമ്മേ.